ഗായ്സ്, ഇത് ഞാൻ മൂകാംബിക പോയ ദിവസം കൊടജാദ്രി പോയതിൻ്റെ ഒരു വീഡിയോ ആണ് ഇത്. നമ്മളൊരു ഉച്ചയ്ക്ക് 2:30 കഴിഞ്ഞതിന് ശേഷമാണ് അവിടെ പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടുണ്ടായിരുന്നത്. ഈ കാണുന്ന ജീപ്പിലാണ് നമ്മളെല്ലാവരും പോയിട്ടുണ്ടായിരുന്നത്. ഒരു ജീപ്പിൽ 8 പേരാട്ടോ കൊള്ളുന്നത്. അപ്പോൾ നമ്മൾ 8 പേരായിട്ടാണ് ട്രിപ്പ് പോകുന്നത്. ഫീസ് ഒരാൾക്ക് 440 ആണെന്ന് തോന്നുന്നു കൊടജാദ്രി പോകാനായിട്ട്. അപ്പോൾ നമ്മുടെ ട്രിപ്പ് ഇവിടെ സ്റ്റാർട്ടായിട്ടുണ്ട്. അപ്പോൾ ഈ ജീപ്പാണെങ്കിൽ ഭയങ്കര കുലുക്കും, ഭയങ്കര സ്പീഡിലൊക്കെയാണ് പോകുന്നത്. പിടിച്ചിരുന്നില്ലെങ്കിൽ വന്ന് വീഴും. അപ്പോൾ കുറേ നേരമൊക്കെ ഇങ്ങനെ നല്ല ടാറൊക്കെ ഇട്ട് നല്ല അടിപൊളി റോഡിൽ കൂടെയൊക്കെ ആയിരുന്നു പോയിക്കൊണ്ടിരുന്നത്. പിന്നെ ഇവിടെ എത്താറാവുന്നതിന് ഒരു അരമണിക്കൂർ മുന്നേക്ക് ഇതേപോലെ ചരളും മണലൊക്കെ നിറഞ്ഞ റോഡിൽ കൂടെ ആയി. ഈ സമയമാണെങ്കിൽ കുലുക്കുക ഭയങ്കരമായിട്ട് കൂടി, പിടിച്ചിരുന്നില്ലെങ്കിൽ വന്ന് വീഴും. പിന്നെ പോകുന്ന വഴിക്കും ഇതേപോലെ നല്ല കോടമഞ്ഞൊക്കെ ഉള്ള അടിപൊളി കാഴ്ചകളൊക്കെ കണ്ടിട്ടാട്ടോ പോകുന്നത്. അല്ലെങ്കിൽ അവിടെയൊക്കെ രാവിലെയും വൈകുന്നേരമൊക്കെ ഇതേപോലെ കോടമഞ്ഞുണ്ട് കേട്ടോ, ഞാൻ ശ്രദ്ധിച്ചതാണ് അവിടെ. പിന്നെ ഇതിനിടയിൽ നമ്മളിടയ്ക്ക് നല്ല രീതിക്ക് മയക്കമൊക്കെ ആയിരുന്നു. അപ്പം നമ്മൾ അവസാനം അവിടെ എത്തി. അവിടെ എത്തുമ്പോൾ ഇതേപോലെ ജീപ്പൊക്കെ പാർക്ക് ചെയ്യുന്ന സ്ഥലമുണ്ട്. അപ്പം നമ്മളും നമ്മുടെ ജീപ്പൊക്കെ ഇവിടെ പാർക്ക് ചെയ്തിട്ട് നടക്കുകയാണ്. അപ്പം അവിടെ നിന്ന് കുറച്ചങ്ങ് നടക്കുമ്പോഴത്തേക്കും ഒരു അമ്പലം ഉണ്ട് കേട്ടോ. അവിടെ കയറി തൊഴുതിട്ടാണ് ബാക്കി നമ്മൾ പോകുന്നത്. ആ കാണുന്ന ജീപ്പിൻ്റെ സൈഡിൽ 2-3 സ്റ്റെപ്പുണ്ട്. ആദ്യം ആ 2-3 സ്റ്റെപ്പൊക്കെ കാണുള്ളൂ. അത് കയറിക്കഴിയുമ്പോൾ ഇതേപോലെ ഭയങ്കര പാടുള്ള പാറയൊക്കെ ഉള്ള റോഡുകൾ കേട്ടോ. അപ്പോൾ സൂക്ഷിച്ചൊന്നും നടന്നില്ലെങ്കിൽ ചറുകി അങ്ങ് വീഴും. അപ്പോൾ നമ്മളിങ്ങനെ ശ്രദ്ധിച്ചാണ് നടക്കുന്നത്. പിന്നെ ആദ്യമൊക്കെ ഭയങ്കര എക്സൈറ്റ്മെൻറ്റോടൊക്കെയാണ് നടക്കുന്നത്. പിന്നെ ഭയങ്കര ക്ഷീണിച്ച് പോകും കേട്ടോ നടന്ന്. അപ്പോൾ 2 മണിക്കൂർ അടുപ്പിച്ചവിടെ നടത്തമൊക്കെ ഉണ്ട്. നല്ല ക്ഷീണിക്കും. നമ്മളെ കൂടെയുള്ള കുറച്ച് പേരൊക്കെ പകുതിക്ക് വെച്ച് നിർത്തി അങ്ങ് അവിടെ ഇരിപ്പായി. പിന്നെ ഫൈനലി നമ്മളവിടെ സ്ഥലമൊക്കെ എത്തി. ഇതാണ് ആ സ്ഥലം. പിന്നെ അവിടെ ഇഷ്ടംപോലെ ഫോട്ടോ എടുക്കാൻ അടിപൊളി സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെയൊക്കെ ഫോട്ടോ എടുത്തിട്ടാണ് നമ്മൾ പിന്നെ തിരിച്ചിറങ്ങുന്നതും അതേ കഷ്ടപ്പാടോടുകൂടെ കേട്ടോ. പിന്നെ തിരിച്ചിറങ്ങുമ്പോൾ ഇതൊരു കുളമുണ്ട്, നല്ല മീനക്കുളം. അപ്പോൾ അവിടെ ഇങ്ങനെ കാലൊക്കെ മുക്കണമായിരുന്നേ. അപ്പോൾ ഇങ്ങനെ കാലൊക്കെ മുക്കിയതിന് ശേഷം നമ്മൾ നമ്മുടെ ജീപ്പിക്ക് റൂമിലെത്തി.